വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്യാബിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ ആസ്പെയർ ആൻഡ് എക്സ്പ്ലോർ എന്ന 3ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്റർ സീ ഫീവർ എന്ന പോയമാണ്. എഴുതിയിരിക്കുന്നത് ജോൺ മെയ്സ്ഫീൽഡ് ആണ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പോയറ്റ് റൈറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ പോയറ്റ് ലൊറേറ്റ് എന്നറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് ഓർഡർ ഓഫ് മെറിറ്റ് 1935 അവാർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പോയമാണ് സീ ഫീവർ എന്നുള്ളത്. പോയത്തിലേക്ക് നമുക്ക് പോകാം. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ, ടു ദ ലോൺലി സീ ആൻഡ് ദ സ്കൈ, ആൻഡ് ഓൾ ഐ ആസ്ക് ഈസ് എ ടോൾ ഷിപ്പ് ആൻഡ് എ സ്റ്റാർ ടു സ്റ്റിയർ ഹെർ ബൈ, ആൻഡ് ദ വീൽസ് കിക്ക് ആൻഡ് ദ വിൻഡ് സോങ് ആൻഡ് ദ വൈറ്റ് സെയിൽസ് ഷേക്കിംഗ്, ആൻഡ് എ ഗ്രേ മിസ്റ്റ് ഓൺ ദ സീസ് ഫേസ് ആൻഡ് എ ഗ്രേ ഡോൺ ബ്രേക്കിംഗ്. ഇവിടെ പോയറ്റ് പറയുകയാണ്, എനിക്ക് വീണ്ടും സീയിലേക്ക് പോകണം. അദ്ദേഹം വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരാളാണ്. അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ലൈഫ് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ്, എനിക്ക് വീണ്ടും എന്ത് ചെയ്യണം, സീയിലേക്ക് പോകണം. ഇനിയും ആ സീയെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ടു ദ ലോൺലി സീ ആൻഡ് ദ സ്കൈ. ആ സീയെ വളരെ ലോൺലിയാണ്, അതുപോലെ തന്നെ വാസ്റ്റ് ആയിട്ടുള്ള സീ ആണ്. അവിടേക്ക് എനിക്ക് വീണ്ടും പോകേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഓൾ ഐ ആസ്ക് ഈസ് എ ടോൾ ഷിപ്പ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളാണ് പറയുന്നത്. സീയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സീയുടെ ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു ടോൾ ഷിപ്പ്, വലിയൊരു ഷിപ്പ് ആവശ്യമാണ്. അതുപോലെ ആൻഡ് എ സ്റ്റാർ ടു സ്റ്റിയർ ഹെർ ബൈ. അദ്ദേഹത്തിന് ഒരു സ്റ്റാറും വേണം. ഇവിടെ സ്റ്റാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോളാർ സ്റ്റാറിനെയാണ്. അപ്പോൾ ആ പോളാർ സ്റ്റാർ ഈ ഷിപ്പിന് വഴികാട്ടിയായിട്ട് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, എൻ്റെ ഷിപ്പിനെ നിയന്ത്രിക്കുവാനുള്ള ഒരു സ്റ്റാറും അതുപോലെ എനിക്കൊരു ഷിപ്പും ആവശ്യമാണ്. ആൻഡ് ദ വീൽസ് കിക്ക് ആൻഡ് ദ വിൻഡ് സോങ് ആൻഡ് ദ വൈറ്റ് സെയിൽസ് ഷേക്കിംഗ്. പിന്നീട് അദ്ദേഹം പറയുന്നു, എനിക്ക് ആ സ്റ്റിയറിംഗ് വീല് എൻ്റെ കയ്യിൽ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്റ്റിയറിംഗ് വീല് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അദ്ദേഹത്തിന് ആ ഷിപ്പിനെ നിയന്ത്രിക്കണം, കൺട്രോൾ ചെയ്യണം, സ്റ്റിയർ ചെയ്യണം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ആൻഡ് വിൻഡ് സോങ്. അദ്ദേഹത്തിന് കാറ്റിൻ്റെ ആ ഒരു ബ്ലോയിങ് സൗണ്ട്, കാറ്റടിക്കുമ്പോഴുണ്ടാകുന്ന ആ ശബ്ദം കേൾക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ആൻഡ് വൈറ്റ് സെയിൽസ് ഷേക്കിംഗ്. കപ്പലിലെ മുകൾ ഭാഗത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സെയിൽ, അതിൻ്റെ ആ ഒരു ഷെയ്ക്കിങ്, അതുമൂലം ഉണ്ടാകുന്ന ആ ഒരു ശബ്ദം ഒക്കെ കേൾക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ആൻഡ് എ ഗ്രേ മിസ്റ്റ് ഓൺ ദ സീസ് ഫേസ്. അദ്ദേഹം കാണാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാഴ്ച, ഈ സീയുടെ മുഖത്ത്, സീയെ ഒരു മനുഷ്യനായിട്ട് ഇവിടെ കാണുകയാണ്. ആ സീയുടെ മുഖത്ത് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ മൂടൽ മഞ്ഞ്, ഗ്രേ മിസ്റ്റ് കാണാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു. ആൻഡ് എ ഗ്രേ ഡോൺ ബ്രേക്കിംഗ്. അതുപോലെ തന്നെ വെളിച്ചം നിറഞ്ഞ, അരണ്ട വെളിച്ചമൊക്കെ നിറഞ്ഞ ആ സുന്ദരമായ പ്രഭാതം പൊട്ടിവിടരുന്നത് കാണുവാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു. സെക്കൻഡ് സ്റ്റാൻസ. I must go down to the seas again, for the call of running tide is a wild call and a clear call that may not be denied. അദ്ദേഹം വീണ്ടും പറയുകയാണ്, തനിക്ക് സീയിലേക്ക് പോകണം. For the call of the running tide. അപ്പോൾ അദ്ദേഹത്തിന് സീയിലേക്ക് പോകണം എന്ന് പറയാനുള്ള ഒരു കാരണം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. എന്താ കാരണം? ദ കോൾ ഓഫ് റണ്ണിങ് ടൈഡ്. റണ്ണിങ് ടൈഡ്, തിരമാല എന്ത് ചെയ്യുകയാണ്? എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈസ് എ വൈൽഡ് കോൾ. ആ റണ്ണിങ് ടൈഡ് ഒരു വൈൽഡ് കോള്, എന്നെ വല്ലാതെ വിളിക്കുന്നു. ആൻഡ് എ ക്ലിയർ കോൾ ദാറ്റ് മേ നോട്ട് ബി ഡിനൈഡ്. അപ്പോൾ തിരമാലയുടെ ആ ഒരു വിളി, ആ വൈൽഡ് കോൾ അല്ലെങ്കിൽ ആ ഒരു ക്ലിയർ കോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കാരണവശാലും നിഷേധിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്തായാലും എനിക്ക് എന്ത് ചെയ്യണം? സീയിലേക്ക് പോകണം. ആൻഡ് ഓൾ ഐ ആസ്ക് ഈസ് എ വിൻഡി ഡേ, ദ വൈറ്റ് ക്ലൗഡ്സ് ഫ്ലൈയിങ്. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ പോകുന്ന ആ ദിവസം, സീയിലേക്ക് പോകുന്ന ആ ദിവസം എങ്ങനെയുള്ള ദിവസമായിരിക്കണം? വിൻഡി ഡേ ആയിരിക്കണം, നല്ല ശക്തമായ കാറ്റുള്ള ദിവസമായിരിക്കണം. അതുപോലെ വൈറ്റ് ക്ലൗഡ്സ് ഫ്ലൈയിങ്, വെള്ളമേഘങ്ങൾ ആകാശത്തു കൂടി പറക്കുന്ന അല്ലെങ്കിൽ വേഗത്തിൽ നീങ്ങുന്ന ഒരു ദിവസമായിരിക്കണം ഞാൻ സീയിലേക്ക് പോകുന്ന ദിവസം. അദ്ദേഹം വളരെ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ
ശക്തമായ കാറ്റുള്ള ഒരു ദിവസം അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ആൻഡ് ദ ഫ്ലങ് സ്പ്രേ ആൻഡ് ദ ബ്ലോൺ സ്പ്യൂം. അദ്ദേഹം പറയുന്നു, എനിക്ക് കാണാൻ ആഗ്രഹമുള്ളത് എങ്ങനെയുള്ള ഒരു ദിവസമാണ്? ശക്തമായ കാറ്റുള്ള ദിവസം. അതുപോലെ ഈ കാറ്റ് മുഖാന്തരമായിട്ട് വാട്ടർ സ്പ്രേ, വെള്ളം സ്പ്രേ ചെയ്യുന്നത്, ശക്തമായി തെറിക്കുമ്പോൾ അത് സ്പ്രേ ചെയ്യുന്നത് പോലെ മുകളിലേക്ക് വരും. അത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ദ ബ്ലോൺ സ്പ്യൂം. അതുപോലെ ശക്തമായ കാറ്റ് കാരണം സീയിലുണ്ടാകുന്ന ആ ഒരു പതയും ഒക്കെ കാണാൻ എനിക്ക് ആഗ്രഹമാണ്. ആൻഡ് ദ സീഗൾസ് ക്രൈയിങ്. കടൽക്കാക്കയുടെ കരയുന്ന ശബ്ദം കേൾക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. തേർഡ് സ്റ്റാൻസ. I must go down to the seas again, to the vagrant gypsy life, to the gulf's way and the whale's way, where the winds like a whetted knife. അദ്ദേഹം വീണ്ടും ഈ സ്റ്റാൻസയിൽ ആവർത്തിച്ച് പറയുകയാണ്, അദ്ദേഹത്തിന് സീയിലേക്ക് പോകണം. ടു ദ വേഗ്രന്റ് ജിപ്സി ലൈഫ്. അദ്ദേഹം ആഗ്രഹിക്കുന്നത് എങ്ങനെയുള്ള ജീവിതമാണ്? വേഗ്രന്റ് ജിപ്സി ലൈഫ്. വേഗ്രന്റ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, ജിപ്സി നാടോടികൾ. അപ്പോൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നാടോടികളെ പോലെയുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് സീയിലേക്ക് പോകണം. ടു ദ ഗൾഫ്സ് വേ ആൻഡ് ദ വെയിൽസ് വേ. അപ്പോൾ ആ കടലിനെ അല്ലെങ്കിൽ ആ സീയെ അദ്ദേഹം പറയുന്നത് അത് ആരുടെയൊക്കെ വഴികളാണ്? ഗൾഫ്സ് വേ. ഗൾസ് കടലിലെ ജീവികളാണ്, ഒരു തരം പക്ഷി പോലെയുള്ള ജീവികളാണ്. ഗള്ളിൻ്റെയും വെയിലിൻ്റെയും ഒക്കെ ആ ഒരു പാതയിലൂടെ എനിക്ക് സഞ്ചരിക്കണം. വേർ ദ വിൻസ് ലൈക്ക് എ വെറ്റഡ് നൈഫ്. അവിടെ കാറ്റ് എന്തുപോലെയാണ്? വെറ്റഡ് നൈഫ്, മൂർച്ചയുള്ള കത്തി പോലെയാണ് കാറ്റവിടെ അടിക്കുന്നത്. അപ്പോൾ അതൊക്കെ അനുഭവിക്കാനും ആ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനും എനിക്ക് അങ്ങോട്ടേക്ക് പോകണം. ആൻഡ് ഓൾ ഐ ആസ്ക് ഈസ് എ മെറി യാൺ ഫ്രം എ ലാഫിംഗ് ഫെലോ റോവർ. പിന്നീട് അദ്ദേഹം പറയുകയാണ്, എനിക്ക് എൻ്റെ കൂടെ ഒരു ഫെലോ റോവർ, ഒരു സഹയാത്രികനെയും കൂടി എനിക്ക് ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? മെറിയാൺ. മെറിയാൺ എന്ന് പറഞ്ഞാൽ സന്തോഷം ജനിപ്പിക്കുന്ന കഥകളൊക്കെ കേൾക്കുന്നതിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൽ നിന്ന് മനോഹരമായ കഥകൾ, സന്തോഷം നിറഞ്ഞ കഥകളൊക്കെ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്കൊരു സഹയാത്രികനെയും കൂടെ ആവശ്യമാണ്. ആൻഡ് ക്വയറ്റ് സ്ലീപ്പ് ആൻഡ് എ സ്വീറ്റ് ഡ്രീം വെൻ ദ ലോങ് ട്രിക്ക് ഈസ് ഓവർ. എന്നിട്ട് അവസാനം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ആ ഒരു യാത്ര കഴിയുമ്പോൾ എനിക്ക് നല്ല ഒരു സ്ലീപ്പ് കിട്ടണം, ശാന്തമായ ഒരു ഉറക്കം. ആൻഡ് എ സ്വീറ്റ് ഡ്രീം, മനോഹരമായ സ്വപ്നം, ഇതും എനിക്ക് വേണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളാണ് ഈ ഒരു സ്റ്റാൻസയിലൂടെ അദ്ദേഹം പറയുന്നത്. ഒരു വേഗ്രന്റ് ജിപ്സി ലൈഫ് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ വെയിലിൻ്റെയും ഗള്ളിൻ്റെയും ഒക്കെ പാതകളിലൂടെ സഞ്ചരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു ഫെലോ ട്രാവലർ അല്ലെങ്കിൽ ഫെലോ റോവർ വേണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? കഥകൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ എല്ലാത്തിനും ശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു യാത്ര അവസാനിക്കുമ്പോൾ സുഖമായി കിടന്നുറങ്ങുവാനും ഉറക്കം ലഭിക്കുവാനും മനോഹരമായ സ്വപ്നങ്ങൾ കാണുവാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഈ പോയത്തിൽ 3 സ്റ്റാൻസയാണുള്ളത്. ഓരോ സ്റ്റാൻസയിലും 4 ലൈൻസ് വീതം നമുക്ക് കാണാം. ധാരാളം പോയറ്റിക് ഡിവൈസസ് അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയറ്റിക് ഡിവൈസാണ് റീഫ്രെയിൻ അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓരോ സ്റ്റാൻസയുടെയും ആദ്യത്തെ വരികൾ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓരോ സ്റ്റാൻസയിലും ആ വരികൾ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീ അഗെയിൻ. അപ്പോൾ ഓരോ സ്റ്റാൻസകളിലും റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന വരികളുണ്ടെങ്കിൽ അത് റിഫ്രെയിൻ എന്ന പോയറ്റിക് ഡിവൈസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് സീ ഫീവർ എന്ന ചാപ്റ്റർ. താങ്ക് യു.